ഓൺലൈൻ സേവനം നൽകുന്ന അക്ഷയ, CSC, ജനസേന കേന്ദ്രങ്ങൾക്കൊക്കെ വർക്കുകൾ എളുപ്പമാക്കാൻ മാർക്കറ്റിംഗിന് സഹായിക്കുന്ന USK ഏജന്റ് ലോഗിൻ സോഫ്റ്റ്വെയർ എങ്ങനെ ആക്റ്റീവ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം ഗൂഗിളിൽ USK ലോഗിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സൈറ്റ് കിട്ടുന്നതാണ് USKLogin.com സൈറ്റിൽ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ USK ഏജന്റ് ലോഗിൻ എന്നാണ് ഓൺലൈൻ സർവീസ് സെൻറ്റർ നടത്തുന്ന സ്ഥാപനത്തിലുള്ള ലോഗിൻ വരുന്നത്. ഇതിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുക്കുന്ന ലോഗിൻ പാസ്വേഡാണ് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് വരിക. മൊബൈൽ നമ്പറാണ് യൂസർ ID വരിക. പാസ്വേഡ് കൊടുക്കുമ്പോൾ സ്ട്രോങ് പാസ്വേഡ് കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടർ അങ്ങനെയുള്ള രജിസ്റ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനിൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു വെബ് ലോഗിൻ സംവിധാനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലും ഫോണിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോണിൽ മൊബൈൽ ആപ്പ് പോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്രോമിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആൻഡ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് ഉണ്ടാവും. ചില ഫോണുകൾ ചിലപ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ അങ്ങനെ പല ഓപ്ഷനും വരാറുണ്ടാവും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈൽ ആപ്പ് പോലെ നമ്മുടെ ഇപ്പോൾ പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കുക, USK ഏജന്റ് ലോഗിനോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ തന്നെ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ആപ്പ് ലോഗിൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാവും ഉണ്ടാവുക ഇൻ്റർഫേസ്. ഇവിടെ ന്യൂലി ആഡ് സർവീസിൽ കാണാൻ പറ്റും. അതിൽ വ്യൂമർ കഴിഞ്ഞാൽ അവസാനം അപ്ഡേറ്റ് ചെയ്ത സർവീസുകൾ പോസ്റ്റ് ചെയ്തൊക്കെ അവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പോസ്റ്റർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഡൗൺലോഡ് ക്ലിക്ക് കഴിഞ്ഞാൽ ഡൗൺലോഡ് കൊടുക്കുക. നമുക്ക് ആ ഒരു പോസ്റ്റർ നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അങ്ങനെ പല രീതിക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ വാട്ടർമാർക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ, ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഇതിൽ ഇനി നമുക്ക് അവസാനം അപ്ഡേറ്റുള്ള സർവീസുള്ള പോസ്റ്റേഴ്സ് കാണണമെങ്കിൽ വ്യൂ മോർ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇത് വരുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ക്ലിക്ക് കഴിഞ്ഞാൽ സർവീസിൻ്റെ ഡീറ്റെയിൽസ്, അതിന് വരുന്ന ലിങ്കുകൾ, ഫോമുകൾ, കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻ മുകളിൽ അയക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി സിസ്റ്റത്തിലാണെങ്കിൽ തന്നെ USK ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും PC യിലും ഇതേപോലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സപ്പോർട്ട് ഈ ഒരു രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.